എല്ലാവരും തിരിച്ച് പോകാൻ പറ്റാതിരിക്കുമ്പം എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഒരു റെസ്റ്റോറൻറ്റ് നമുക്കിവിടെ ആരംഭിച്ചാലോ. നമ്മൾ കൊടുക്കുന്ന ഫുഡ് കഴിച്ചത് മൂലം ആർക്കെങ്കിലും ഒരു ഇൽനെസ് വന്നാൽ അല്ലെങ്കിൽ ഒരു ഫുഡ് പോയ്സണിങ് ഒക്കെ വന്നു, അത് റിപ്പോർട്ട് ചെയ്താൽ പിന്നെ നമ്മൾ ഓരോ മറ്റ് പല റെസ്റ്റോറൻറ്റിലും ഭക്ഷണം കഴിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഇന്ന് ഭക്ഷണം ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഉള്ളൊരു കാര്യം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട്. അവരോടെല്ലാം ഇപ്പോൾ പല വാട്സപ്പിലൂടെ ഫുഡ് വിൽക്കുന്നവരുണ്ട്. കാര്യം അവർ യാതൊരു സർട്ടിഫിക്കേഷൻ കാര്യം എല്ലാ ഹായ് ഫ്രണ്ട്സ്, അബീസുക്കയുടെ പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നൊരു വില്ലേജ് ഏരിയയിലോട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇന്ന് ശരിക്കും. വിൽഷെയറിൽ ഹൈവർത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്. അതായത് സുണ്ടൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ അവിടെ വന്നപ്പോൾ നമ്മൾ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, എവിടെ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടെന്ന് പറയൂല്ലേ. അതുപോലെ ഇന്ന് നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മൾ കുറച്ചൊന്ന് കറങ്ങിയെങ്കിലും നമ്മളാണെങ്കിലും ഷെഫീൽഡിന് ഏകദേശം ഒരു 4 മണിക്കൂർ വണ്ടി ഓടിച്ചാണ് വന്നത്. അപ്പോൾ ജസ്റ്റ് അവിടുത്തെ ഓണറായിട്ട് സംസാരിച്ചപ്പോൾ ഓണർ ഇവിടെ വന്നിട്ട് ഏറ്റവും ഹൈലൈറ്റ് ഇവിടെ വന്നിട്ട് 21 വർഷമായി. അപ്പം നമുക്കറിയാം UK വന്ന എല്ലാവർക്കും തിരിച്ചു പോകണമെന്ന് ഒരു ആഗ്രഹമില്ല. എല്ലാവരും തിരിച്ച് പോകാൻ പറ്റാതിരിക്കുമ്പം എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഒരു റെസ്റ്റോറൻറ്റ് നമുക്കിവിടെ ആരംഭിച്ചാലോ. അപ്പം ഞാൻ ഇന്ന് ആ ടോക്കൊന്ന് സംസാരിച്ചപ്പം ഒത്തിരി പോയിൻറ്റ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു വന്നു. അത് നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഈ വീഡിയോ ചെയ്യണം. ഹായ്, എൻ്റെ പേര് ജിജി വിക്ടർ. ഞാനൊരു സൈക്കോതെറാപ്പിസ്റ്റ് ബൈ പ്രൊഫഷനാണ്. പക്ഷേ ഇപ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്ക് വന്നേക്കുകയാണ്, വിച്ച് ഈസ് ഒരു കേരള റെസ്റ്റോറൻറ്റ്. ആക്ച്വലി ഐ എം ഫോളോയിങ് മൈ ഡ്രീംസ്. ഞങ്ങൾ ഫുഡിനോട് വളരെ പാഷനുള്ളവരാണ്. അപ്പം കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ചെറുതായിട്ട് ടിഫിൻ സർവീസ് വീട്ടിൽ ചെയ്തിരുന്നു. അതൊരു പാഷൻ്റെ ഇതിൽ ചെയ്തതാണ്. പിന്നീടാണ് ഞങ്ങളൊരു നെക്സ്റ്റ് ലെവൽ ഒരു വളരെ ഓത്തൻറ്റിക് ആയിട്ടുള്ള കേരള ഫുഡ്സ് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു ഹെറിറ്റേജ് വില്ലേജാണ്. എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. എൻ്റെ കൺസെപ്റ്റ് ഹോം അവേ ഫ്രം ഹോം. ഇപ്പോൾ ഒരാൾ നമ്മളുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പം വെറുതെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക, പേ ചെയ്യുക, പോവുക എന്നുള്ളത് മാത്രമല്ല, ഞാനും എൻ്റെ വൈഫും എൻ്റെ ഫാമിലിയും എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഇതിൻ്റെ പുറകിലുണ്ട്. ഹലോ, എൻ്റെ പേര് ബിൻസി വിക്ടർ. ഞാനിപ്പം ഇംഗ്ലണ്ടിൽ വന്നിട്ട് ഏകദേശം 21 വർഷം കഴിഞ്ഞു. ഞാൻ ഇവിടുത്തെ NHS പേഷ്യൻ്റ് സേഫ്റ്റി മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ബൈ പ്രൊഫഷൻ ഐ എം എ നേഴ്സ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ സോ പ്രൗഡ്. എൻ്റെ ജോലിയുടെ കൂടെ തന്നെ ഞങ്ങളുടെ ഒരു വലിയൊരു ഡ്രീം അച്ചീവ് ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ജിജി വിക്ടർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു ഡ്രീമിലേക്ക് എത്തിപ്പെടാനുള്ള കുറച്ച് സമയമായിരുന്നു ഇതുവരെ. അതേപോലെ തന്നെ ഫുഡ് ഈസ് ബീൻ ഓൾവേസ് എ ലവ് ലാംഗ്വേജ് ഫോർ അസ്. അത് ഞങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കുമ്പോഴാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചുകൊണ്ടിരുന്നത്. UK വന്ന് എത്ര വർഷം എടുത്തു ഈ ഒരു നിങ്ങളുടെ ഒരു പാഷനിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഫീൽഡിലോട്ട് വരാൻ എത്ര സമയം എടുത്തു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് വെറുതെ തമാശയ്ക്ക് പറയുമായിരുന്നു, നമുക്കൊരു വലിയൊരു ബിൽഡിംഗ് സെറ്റ് ചെയ്തിട്ട് നാടിൻ്റേതായിട്ടുള്ള ഒരു ഹെറിറ്റേജ് ഹോം, ലൈക്ക് നമ്മളെപ്പോഴും പറയും നമ്മളുടെ നാടിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ കൊടുക്കാൻ പറ്റണം. നോട്ട് ജസ്റ്റ് ഫുഡ്, പക്ഷേ അതിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ലൈക്ക് നമ്മളുടെ കഥകളി, ഡാൻസ് ഫോംസ്, അങ്ങനെയെല്ലാം. പക്ഷേ ഒബ്വിയസ്ലി നമ്മളുടെയൊക്കെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത് കുറച്ച് ഡീവിയേറ്റ് ചെയ്തു പോയി. പക്ഷെ കോവിഡ് സമയത്താണ് നമ്മൾ പിന്നെയും അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ ഫുഡ് സ്വിറ്റ്സർലൻഡിലുള്ള ആൾക്കാർക്ക് അത് കൊടുക്കാൻ പറ്റണം, അതേ രുചിയോടുകൂടി കൊടുക്കാൻ പറ്റണം. കാരണം ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ ഉള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന സ്റ്റുഡൻസ് ഞാനിപ്പോൾ UK വന്നിട്ട് 3 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോണ ആളാണ്. ഈ Jan 22 ഞങ്ങൾ 3 വർഷം കംപ്ലീറ്റ്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് ഒരു റെസ്റ്റോറൻറ്റ് എന്നുള്ള ഒരു ഡ്രീമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അതൊരു എടുത്തുചാട്ടമാണോ അതെയോ? ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ടിഫിൻ സർവീസ് ചെയ്തിരുന്നു വീട്ടിൽ നിന്ന്. വീട്ടിലിരുന്ന് നമ്മൾ ഒരു ഫുഡിൻ്റെ സംരംഭം ചെയ്യുമ്പോഴും എല്ലാ റെഗുലേഷൻസും പാലിക്കണം. ബറോ കൗൺസിലിൻ്റെ സർട്ടിഫിക്കേഷൻ വേണം, ഫുഡ് ഹൈജീൻ്റെ സർട്ടിഫിക്കേഷൻ വേണം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ലെവൽ ഇതെല്ലാം ചെയ്ത് പാസ്ഡായി എല്ലാം പഠിച്ച് അത് റെഗുലേഷനിൽ നോക്കിയിട്ടാണ് ഈ കാര്യം ചെയ്തത്. ആ കോൺഫിഡൻസാണ് ഞങ്ങൾക്കൊരു വലിയൊരു പ്രസ്ഥാനം തുടങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് ചാടുകയല്ലായിരുന്നു. അപ്പം നമ്മൾ പ്രൂവ് ചെയ്തു.
ഓക്കെ, ഈ ഒരു ചോദ്യം സിമ്പിൾ ആയിട്ട് തോന്നരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഇപ്പോഴും പല വാട്സപ്പിലൂടെ ഫുഡ് വിൽക്കുന്നവരുണ്ട്. കാര്യം അവർ യാതൊരു സർട്ടിഫിക്കേഷൻ, കാര്യം എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാൻ മോസ്റ്റ്ലി ചിലവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ നല്ല കഴിവായിരിക്കും, ചിലപ്പോൾ നല്ല കൈപ്പുണ്യായിരിക്കും. അപ്പോൾ അവർ ഇപ്പം എടാ ഞാൻ ഈ ആഴ്ച എനിക്ക് ബിരിയാണി സെയിൽ ചെയ്യേണ്ടത്, എനിക്ക് ബിരിയാണി വേണോ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ചെയ്യേണ്ടത്. അതൊക്കെ എത്രത്തോളം ഇവിടെ ഒരു പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫുഡാണ് ചിലപ്പോൾ കേടാവാം, ഹൈജീന്, പിന്നെ അലർജി, അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു എന്താ പറയണ, അവരെ ബാധിക്കാൻ പോണ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഫുഡ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ അതൊരു എല്ലാവരുടെയും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഫുഡ് കൊടുക്കുന്ന ആൾക്ക്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ലോ വെച്ചിട്ട് നമ്മൾ ചാരിറ്റി ആയിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഫുഡിന് മാത്രമാണ് നമുക്ക് ലൈസൻസ് വേണ്ടാത്തേ ഉള്ളൂ. ബാക്കി നമ്മൾ സെല്ല് ചെയ്യുന്നത് അതൊരു 5 പൗണ്ടിൻ്റെ സാധനമാണെങ്കിൽ പോലും വി ഷുഡ് ഹാവ് ദാറ്റ് ലൈസൻസ്, ഫുഡ് ഹൈജീൻ്റെ ലൈസൻസ് നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഇതിനു മുന്നേ, എനിക്കറിയാവുന്ന കുറച്ച് പേരോട്, എപ്പോഴും നമ്മൾ റെഗുലേഷൻസ് ഫോളോ ചെയ്യുക. കാരണം അത് എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടാൽ അതിന് ഫൈനും ബാക്കിയുള്ള പണിഷ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ മീൻ ഈ ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫുഡ് ഹൈജീൻ്റെ ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും, അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനുണ്ട്. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കരുത്. ബിക്കോസ് നമ്മൾ പുറത്തൊരാൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പം അത് ഹൈജീനിക് വേയിൽ കൊടുക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു. അപ്പം അങ്ങനെയുള്ള ആളുകളോട് ഞാൻ എൻ്റെ ഒരു ചെറിയ അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ, ആസ് എ സെഡ്, ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു ബാലികേറ മലയൊന്നും അല്ല അത് ഫോളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കറക്റ്റായിട്ടുള്ള റെക്കോർഡ് കീപ്പിംഗ് മാത്രം മതി. ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. പക്ഷേ ആസ് ലോങ് ആസ് നമ്മളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കര സപ്പോർട്ടീവാണ് ആക്ച്വലി. കൗൺസിലുകാർ നമുക്കറിയാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തരും, നമുക്ക് സപ്പോർട്ട് ചെയ്യും. അത് റെസ്റ്റോറൻറ്റിലും മാത്രമല്ല, അഗെയിൻ ഹോം ബിസിനസ് ചെയ്യുന്നവർക്കും അത് ബാധകമാണ്. ഫുഡ് സെല്ല് ചെയ്യുന്ന എല്ലാവർക്കും അത് ബാധകമാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഫുഡ് കഴിച്ചത് മൂലം ആർക്കെങ്കിലും ഒരു ഇൽനെസ് വന്നാൽ, അല്ലെങ്കിൽ ഒരു ഫുഡ് പോയ്സണിങ് ഒക്കെ വന്നു, അത് റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഈവൻ കോർട്ടിൽ വരെ അതിൻ്റെ പ്രോസിക്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആരുമാണെങ്കിൽ പോലും ഫുഡ് ബിസിനസ് വീട്ടിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് രജിസ്റ്റേർഡ് ആയിരിക്കണം. കൗൺസിൽ വന്ന് നമ്മളുടെ ഇൻസ്പെക്ഷൻസ് ചെയ്യും. എൻഡ് ഓഫ് ദ ഡേ ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ലോക്കൽ കൗൺസിലുമായിട്ട് ഇത് രജിസ്റ്റർ ചെയ്ത് ഇവിടുത്തെ എല്ലാ ലോസും അനുസരിച്ച്, റൂൾസ് അനുസരിച്ച് അത് സെല്ല് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ളത്, അലർജൻസ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫുഡ് ഇൻഡസ്ട്രിയിൽ. നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിലും റെസ്റ്റോറൻറ്റിലാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്ന ഓരോ ഫുഡിലും ഉള്ള ഈ അലർജൻസ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവരും ഒരു റെസ്റ്റോറൻറ്റ് എന്നുള്ള ഒരു ഡ്രീമാണ്. ഇപ്പം 4 പേര് 5 പേര് പാർട്ണർഷിപ്പിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ്. കാരണം അവർക്ക് മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് സ്പോൺസർഷിപ്പ് ഉണ്ട്. കാര്യം UK വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ പോലെയാണ് ഇപ്പം നിലവിൽ UK എല്ലാവരും കാണുന്നത്. അപ്പോൾ ആർക്കും തിരിച്ചു പോകണ്ട. അപ്പോൾ അവരെടുക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഒരു റെസ്റ്റോറൻറ്റ് സ്പോൺസർഷിപ്പ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി നമ്മൾക്കും സ്പോൺസർഷിപ്പ് ഉണ്ട്. പക്ഷേ ആരെങ്കിലും ആ സ്പോൺസർഷിപ്പ് വിസയിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല, ഏറ്റവും റൈറ്റ് പേഴ്സണെ ഞങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. നമ്മളുടെ ഈ റെസ്റ്റോറൻറ്റ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫുഡ് ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതിൻ്റെ റൈറ്റ് പേഴ്സൺ ആയിരിക്കണം, ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഉള്ള ഷെഫായിരിക്കണം. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഏറ്റവും സ്കിൽഡ് ആൻഡ് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ ചെയ്തത്. എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ് ഒരു ബിസിനസ് അതെല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷേ നമ്മൾ UK അത് ഏത് രാജ്യത്താണെങ്കിലും സെയിം തന്നെയാണ്. പക്ഷേ UK കാര്യം പറയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ പിന്നിലുള്ള ലീഗൽ കംപ്ലയൻസുകൾ എന്തൊക്കെയാണ്, നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ല സ്റ്റഡി നടത്തിയിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. ഇപ്പോൾ 21 വർഷമായി ഞങ്ങൾ UK എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ സ്പെസിഫിക്കലി ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് നോക്കുക, കംപ്ലയൻസുകൾ നോക്കുക, നമ്മുടെ ലൈസൻസിങ് നോക്കുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമുക്ക് ഇൻഷുറൻസുകൾ ഉണ്ടാവുക എന്നുള്ളത്. അത് സ്റ്റാഫിനെ കവർ ചെയ്യുന്നതും അതേപോലെ തന്നെ പബ്ലിക്കിനെ കവർ ചെയ്യുന്നതും. അപ്പോൾ റിസ്ക് എപ്പോഴും
ഉണ്ട്. അത് എന്തൊക്കെയാന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. ഇന്ന് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ നിൽക്കണ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റീനോട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് എന്ത് അഡ്വൈസാണ് അവർക്ക് പേഴ്സണലി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മളെല്ലാവരും പറയും പാഷൻ കൊണ്ടാണ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നുള്ളത്. ആ പാഷൻ റിയൽ ആണെന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നുവെച്ചാൽ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഒത്തിരി പേഷ്യൻസ് നമുക്ക് വേണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഓൾ ഇൻക്ലൂസീവായിട്ട് ചെയ്യാൻ പറ്റണം. ആ പാഷൻ ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഇപ്പം നമ്മൾ ഇൻക്ലൂസീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റീനെ അല്ല, ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി. നമ്മളൊരു ഇംഗ്ലീഷ് ഒരു നേഷനിലാണത്, ഒരു കൺട്രിയിലാണ് താമസിക്കുന്നത്, അവരെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പാഷൻ പോകാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി അത് പ്ലഷറബിൾ ആയിരിക്കണം. മണി മാത്രം നോക്കിയിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരാൾ ഭക്ഷണം കഴിച്ച ശേഷം അത് വളരെ നന്നായി, ഇവിടെ വന്നിരുന്നത് എന്തൊരു സന്തോഷമായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രൗഡ് ഫീലിംഗ് മറ്റൊന്നീന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം അത്തരം കാര്യങ്ങൾ, അതേപോലെ തന്നെ ബിൻസി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്യാരി ചെയ്തിട്ട് അതേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് ഒരു ബിസിനസ് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാൻ. എനിക്കും അത് തന്നെ ഞാൻ സെക്കൻഡ് ചെയ്യുന്നു. പാഷൻ എപ്പോഴും വേണം. പക്ഷെ പാഷൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്നത് ഫുഡാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പുതിയ സംരംഭകരോടൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. നന്നായിട്ട് നമ്മൾ ആ മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യണം. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ എന്താണ് ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുള്ളത് നമ്മളുടെ കടയിൽ വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഗസ്റ്റിന് മനസ്സിലാവണം. നമ്മളിപ്പം ഫ്യൂഷനാണോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒത്തൻറ്റിക് ആയിട്ടുള്ള കേരള ഫുഡാണോ കൊടുക്കാൻ ശ്രമിക്കുന്നത്, അത് എന്ത് തന്നെയാണെങ്കിലും വൺസ് ദേ സ്റ്റെപ്പ് ഇൻ ടു ദ റെസ്റ്റോറൻറ്റ് അത് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലീഗലി ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യണം, കംപ്ലയൻസുകൾ. അതേപോലെ തന്നെ വൺസ് ഇപ്പോൾ നമുക്കൊരു ഫുഡ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് 5 കിട്ടി എന്നുള്ളത് കൊണ്ട് അവിടെ നമുക്ക് നിർത്താൻ പറ്റില്ല. വി ഷുഡ് അത് നമ്മൾ കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം. ആ 5 നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റണം. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഭക്ഷണം ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഉള്ളൊരു കാര്യം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട്. അവരോടെല്ലാം പല മലയാളി റെസ്റ്റോറൻറ്റുകളും തുടങ്ങിയത് അറിയാതെ ചിലവർ വാനിഷായി പോകുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ആ പോസ്റ്റ്കോഡ് ചെല്ലുമ്പോൾ ആ കട അടച്ചു പോയി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാനുള്ള ഒരു റീസൺ എന്താണ്? അത് ശരിക്കും അതെന്താണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മളൊരു ബിസിനസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവാം. വൺസ് ഫൈനാൻസ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഒരു ഫസ്റ്റ് 3 മന്ത്സിലോ 6 മന്ത്സിലോ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് ഒരു വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് കയറരുതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പിന് ഉണ്ടാവുന്ന പോലെ തന്നെയുള്ള കോസ്റ്റുകളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതൊരു ബിസിനസ് ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫൈനാൻസ് ഇസ് എ വെരി കീ തിങ്. നമ്മൾക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബഡ്ജറ്റിങ്ങും ഫൈനാൻസ് മാനേജ്മെൻറ്റൊക്കെ വളരെ കീ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എപ്പോഴും ഉള്ളൊരു കാര്യം പീപ്പിൾ മാനേജ്മെൻറ്റ്. ഒരു റെസ്റ്റോറൻറ്റിനുള്ളിൽ പീപ്പിൾ മാനേജ്മെൻറ്റ് ഈസ് അനദർ തിങ് വി ഷുഡ് ബി റിയലി ടേക്ക് കെയർ ഓഫ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അവരെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ 2 കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ ഒരു മേ ബി ദ റീസൺ. ഐ ഡോണ്ട് നോ. പക്ഷേ എനിക്ക് തോന്നുന്നു അതായിരിക്കാമെന്ന്. പിന്നെ നമ്മൾ മറ്റ് പല റെസ്റ്റോറൻറ്റിലും ഭക്ഷണം കഴിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട്, ഇന്ന് കഴിക്കുന്ന ഭക്ഷണമല്ല നാളെ ചെല്ലുമ്പം സെയിം മീല് തന്നെ മാറിപ്പോകാറുണ്ടെന്ന് പറയും. അപ്പം അതെല്ലാം ശ്രദ്ധിക്കുക. ഇപ്പം സെയിം മീല് തന്നെ എപ്പോഴും ആ കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഇതിലൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ബിൻസി പറഞ്ഞല്ലോ, പീപ്പിൾസ് മാനേജ്മെൻറ്റ് ഇറ്റ്സ് നോട്ട് ഓൺലി ദ സ്റ്റാഫ്. വരുന്ന ആളുകളെയും അതേ ഫീലിങ്ങോടുകൂടി വെൽക്കം ചെയ്യുക. അവർ പോകുമ്പോഴും അതേപോലെ തന്നെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുക. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. വി ആക്ച്വലി ലവ് ദിസ് ജോബ്. സത്യം പറഞ്ഞാൽ ഇന്നൊക്കെ ഞങ്ങൾക്ക് തന്നെ, ഞാനൊക്കെ പല റെസ്റ്റോറൻറ്റിൽ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് തന്നെ സന്തോഷം തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഇംഗ്ലീഷ് ഫാമിലി അല്ലെങ്കിൽ അവർ ഫുൾ ഫാമിലി ആയിട്ട് അവിടെ വന്നിരുന്ന് കഴിക്കണം കാണുമ്പോൾ, കാര്യം നമ്മുടെ ഒരു ഫുഡ് അവർ കഴിക്കുകയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് കയറി. അപ്പം നമ്മളാണ് ഇത് നോക്കിയത്.
അവര് ഒരേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കഴിക്കുകയാണ്. അത്ര രീതിയിൽ ഇംഗ്ലീഷുകാർ വരെ നമ്മുടെ ഫുഡ് അഡാപ്റ്റ് ആയി തുടങ്ങിയിരിക്കുകയാണ്. അത് ഒരു കാര്യമുള്ളത്, ഞങ്ങൾ ഒരു ഇച്ചിരിയും കൂടി കീനായിട്ട് ചെയ്യുന്ന കാര്യം, ഈ എല്ലാവരും എല്ലാ ഭക്ഷണവും അറിയുന്നവരല്ല, ഇവൺ മലയാളികളാണെങ്കിൽ പോലും. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ ഇതൊരു ഹെറിറ്റേജ് വില്ലേജിലാണ്, അവർക്ക് വളരെ ന്യൂ ആണ് സൗത്ത് ഇന്ത്യൻ ഫുഡ്. അപ്പം ഞങ്ങൾ ഓരോ ആളുകൾ വരുമ്പോഴും അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുക, നമ്മൾ റെക്കമെൻഡ് ചെയ്യും സർട്ടൺ ഫുഡ്. അപ്പം പിന്നെ ഞങ്ങളുടെ ഒരു കാര്യം, നമ്മളുടെ ഒരു ഡിഷിൻ്റെയും ഫ്ലേവേഴ്സ് മാറ്റിയിട്ടില്ല ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി. സെയിം ഡിഷ് സെയിം ഫ്ലേവറാണ്. അതാണ് ആക്ച്വലി ലോക്കൽ കമ്മ്യൂണിറ്റിക്കും വരുന്ന ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും വേണ്ടത്. ആ ഫ്ലേവറാണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും, ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി എരിവ് കഴിക്കില്ല, അത് കഴിക്കില്ല, ഇത് അങ്ങനെയൊന്നുമല്ല. അവർക്ക് ആക്ച്വലി വേണ്ടത് ഫ്ലേവർഫുൾ മീലാണ് വേണ്ടത്. പക്ഷേ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ബി വിത്ത് ദം, അവരുടെ കൂടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അവരത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു നെഗറ്റീവ് കമൻസും ഇതുവരെ കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഓഫർ ചെയ്യാൻ പറ്റണം. നമ്മുടെ ടൈമും കൂടി കൊടുക്കാൻ പറ്റണം, ഭക്ഷണം മാത്രമല്ല.